നമസ്കാരം. ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ കൊണ്ടുണ്ടായതാണ് വിഴിഞ്ഞം പദ്ധതി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിനെ മറന്ന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ട്രയൽ റൺ ഉദ്ഘാടനം നടക്കപ്പെട്ടു. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിൻ്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലിനെ മൊത്തത്തിൽ പുകഴ്ത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗമടക്കം നടത്തിയതും എല്ലാവരും കേട്ട് കാണുമല്ലോ. മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി നടത്തിയ ശ്രമങ്ങളെ സർക്കാർ ഓർത്തതോ പറഞ്ഞതോ ഇല്ല എന്നുള്ളതാണ്. വേദിയിൽ കോവളം MLAയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള M. വിൻസെൻറ്റും ഉണ്ടായിരുന്നു. കേരളമാകെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയേണ്ട ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനും അദാനി പോർട്ടിനും അടക്കം നന്ദി പറഞ്ഞ പിണറായിയാണ് ഉമ്മൻചാണ്ടിയുടെ സേവനത്തെ മറന്നുപോയത് എന്നുള്ളതാണ്. കേരളം വളരുന്നു, പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്ന് അന്യമാൻ ദേശങ്ങളിൽ എന്ന മഹാകവി പാലാ നാരായണൻ നായരുടെ കവിതയിലെ വരികൾ ചൊല്ലിയാണ് തുറമുഖ മന്ത്രിയായിട്ടുള്ള VN വാസവൻ പ്രസംഗം ആരംഭിച്ചത് പോലും. ആ കാവ്യഭാവന അർത്ഥപൂർവമാകുന്ന നിമിഷങ്ങൾക്കാണ് വിഴിഞ്ഞം സാക്ഷ്യം വഹിച്ചത്. നാടിൻ്റെ വികസന ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. ലോകമെമ്പാടുമുള്ള മലയാളികൾ അഭിമാനത്തോടു കൂടിയാണ് ഈ നിമിഷത്തെ നോക്കിക്കാണുന്നത് എന്ന് മന്ത്രി പറയുകയും ചെയ്തു. BS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ തുടങ്ങിയ പ്രോജക്റ്റിൽ തുറമുഖ മന്ത്രിയായിരുന്ന M. വിജയകുമാറിൻ്റെ ഇടപെടൽ വരെ മന്ത്രി വാസവൻ ഓർത്തു പറയാൻ ശ്രമിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 മന്ത്രിമാരെ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. ആദ്യ പിണറായി സർക്കാരിൽ തുറമുഖ ചുമതല നോക്കിയ കടന്നപ്പള്ളി രാമചന്ദ്രനെയും അദ്ദേഹം അഭിനന്ദിക്കാൻ മറന്നില്ല. ഇതിനൊപ്പം രണ്ടാം സർക്കാരിൽ ആദ്യ മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലിനെയും അഭിനന്ദനം കൊണ്ട് മൂടി പിണറായി വിജയൻ. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരക്ഷരം മുഖ്യമന്ത്രി പറഞ്ഞില്ല. എന്തൊരു നെറികേടാണ്. ആദ്യം കണ്ടെയ്നർ മദർഷിപ്പ് നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തെത്തി. ലോകത്തെ 2ാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള മോസ്കിൻ്റെ ഉടമസ്ഥയിലുള്ള സാൻ ഫെർണാണ്ടോ എന്ന് പറയപ്പെടുന്ന മദർഷിപ്പാണ് തുറമുഖത്ത് എത്തിച്ചേരുന്നത്. രാജ്യത്തെ ഏറ്റവും ആഴമേറിയ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം. അത് സംസ്ഥാനത്തിൻ്റെ വികസന കുതിപ്പിലേക്ക് വഴി തുറക്കുന്നു എന്നുള്ളതാണ് പ്രതീക്ഷ. 2000 കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കിയ കപ്പൽ ഇന്ന് തുറമുഖം വിടുകയാണ്. നാളെ തന്നെ ഫീഡർ കപ്പലുകൾ എത്തുന്നതോടെ ട്രാൻസ്ഷിപ്മെൻറ്റും അടക്കമുള്ള കാര്യങ്ങൾക്ക് തുടക്കമാവും. കേരളത്തിൻ്റെ വികസന പ്രതീക്ഷയായി തുറമുഖത്ത് 3 മാസത്തോളം നീളുന്ന ട്രെയിൻ റണ്ണിൽ തുടർച്ചയായി മദർഷിപ്പുകൾ എത്തിക്കൊണ്ടേയിരിക്കും. കമ്മീഷൻ ചെയ്യുന്നത് ഒക്ടോബറിലാണെങ്കിലും ആദ്യ കണ്ടെയ്നർ ഷിപ്പിൻ്റെ വരവോടെ വരുമാനം ലഭിച്ചു തുടങ്ങുവാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി നടത്തിയ ഇടപെടലാണ് അദാനിയെ നിർമ്മാണത്തിന് എത്തിച്ചത് എന്നുള്ളത് മറന്നുപോകരുത്. ഇതോടെയാണ് വിഴിഞ്ഞത്തിനെതിരായ ലോബികൾ തകർന്നുപോയത്. എന്നിട്ടും അദാനിക്ക് അടക്കം നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി ഉമ്മൻചാണ്ടിയെ പരാമർശിച്ചില്ല. അദാനി പോർട്സിന് രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലാണ് തുറമുഖമുള്ളത്. ഗുജറാത്തിൽ മാത്രം 4. മുന്ദ്ര തുറമുഖമാണ് പ്രധാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമാണ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലും തുറമുഖമുണ്ട്. ഇതിന് പുറമെയാണ് വിഴിഞ്ഞം. ഈ വരുന്ന ഓണത്തിനാകും വിഴിഞ്ഞത്ത് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. ഇതോടെ രാജ്യത്ത് അദാനിക്ക് 9 തുറമുഖങ്ങളുണ്ടാകും. വിഴിഞ്ഞത്തേത് മദർ പോർട്ട് ആണ് എന്നതാണ് ശ്രദ്ധേയം. രാജ്യത്തെ ആദ്യ മദർ പോർട്ടും സ്വന്തമാക്കി അദാനി ഗ്രൂപ്പ് പുതിയ നേട്ടം സ്വന്തമാക്കി മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേലിന് മെഡിറ്ററേനിയൻ കടലുള്ള 2 തുറമുഖങ്ങളിൽ ഒന്നാണ് ഹൈഫ എന്ന് പറയുന്നത്. 2021 അദാനി ഹൈഫ തുറമുഖം ഏറ്റെടുത്തത്. മെഡിറ്ററേനിയൻ്റെ കിഴക്ക് ഭാഗത്തുള്ള തുറമുഖം ഇന്ത്യക്ക് പുറത്തുള്ള അദാനി തുറമുഖങ്ങളിൽ ഏറ്റവും വരുമാനമുള്ള ഒന്ന്. അദാനി ഗ്രൂപ്പ് ഒരുക്കാനിരിക്കുന്ന കടൽ വഴിയുള്ള അന്താരാഷ്ട്ര വാണിജ്യ ശൃംഖല ഹൈഫയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ടാൻസാനിയയിലും അദാനി പോർട്സിന് തുറമുഖമുണ്ട്. ദാറുസ്സലാം തുറമുഖം 2024 അദാനി സ്വന്തമാക്കിയത്. ടാൻസാനിയയിലെ ഏറ്റവും വലിയ നഗരമായിട്ടുള്ള ദാറുസ്സലാമിലെ തുറമുഖം 30 വർഷത്തേക്കുള്ള കരാർ പ്രകാരമാണ് അദാനിയുടേതായത്. കൊളംബോ വെസ്റ്റ് കണ്ടെയ്നർ തുറമുഖത്തിൻ്റെ പ്രധാന ഓഹരി ഉടമ കൂടിയാണ് അദാനി പോർട്സ് എന്ന് പറയപ്പെടുന്നത്. ശ്രീലങ്കയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ തുറമുഖം കൂടിയാണ് അതെന്ന് പറയേണ്ടിയിരിക്കുന്നത്. അങ്ങനെ അദാനിയുടെ കീഴിൽ ഈ വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ആ പൂർത്തീകരണങ്ങൾ നടത്തി വിഴിഞ്ഞം പദ്ധതി എന്ന് പറയപ്പെടുന്നത് വീണ്ടും വിഴിഞ്ഞത്തിൻ്റെ 1ാം ഘട്ടം അവസാനിപ്പിച്ച് 2ാം ഘട്ടം കൂടി തുടങ്ങുന്നതിനുള്ള ശ്രമങ്ങൾ അദാനി പോർട്സ് നടപ്പിലാക്കാൻ പോകുന്നു. ഇവിടെ ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവിനെ കാണാതെ എങ്ങനെയാണ് ഈ പഴയ പ്രതിപക്ഷമായിരുന്ന ഇന്നത്തെ ഭരണപക്ഷത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുക? തികച്ചും ഈ ഉമ്മൻചാണ്ടി എന്ന് പറയപ്പെടുന്ന നേതാവ് അത്തരത്തിലുള്ള കാർക്കശ്യമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തിലുള്ള നിലപാടെടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ പദ്ധതി ഇന്നും കടലാസിൽ മാത്രം ഒതുങ്ങിയേനെ. ഈ ഉമ്മൻചാണ്ടി അല്ലായിരുന്നു എങ്കിൽ പിണറായി വിജയൻ്റെ കഴിഞ്ഞ 8 വർഷക്കാലവും ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടില്ലായിരുന്നു. അതുറപ്പാണ്. ഈ പദ്ധതി പോലും നടപ്പിലാകില്ലായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അവസാന നാളുകളിൽ 1000 ദിവസത്തെ കർമ്മ പദ്ധതിയായി മാറ്റിവെച്ചുകൊണ്ട് 1000ാമത്തെ ദിവസം, അതായത് 2019 തന്നെ ഈ പദ്ധതി പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അദാനി ചെയ്തത്. പക്ഷേ എന്തുകൊണ്ട് 2019 നടന്നില്ല എന്ന് പറയേണ്ടത് അദാനി മാത്രമല്ല, ഈ പിണറായി വിജയൻ കൂടിയാണ്.
കൃത്യമായ ഇടപെടലുകൾ നടത്താതെ ഈ പദ്ധതിയെ വൈകിപ്പിച്ചതിൻ്റെ ഉത്തരവാദി എന്ന് പറയപ്പെടുന്നതാണ് ഈ പറയുന്ന പിണറായി വിജയൻ. ഉമ്മൻചാണ്ടി നടപ്പിലാക്കാൻ തുടങ്ങിയ പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു നേതാവ് കൂടിയാണ് പിണറായി വിജയൻ. പക്ഷേ മദർഷിപ്പായി മാറുകയും ഇത്രത്തോളം വരുമാനം ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുമെന്ന് എന്നാണോ മനസ്സിലാക്കി തുടങ്ങിയത്, എന്നിട്ടും മനസ്സിലാക്കാത്ത ഒരു വിഭാഗമാണ് CPM-ലെ ഈ മണ്ടന്മാരുടെ നേതാവായിട്ടുള്ള ഈ പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ എത്തുന്ന ഈ ഒരു രീതിയുണ്ടല്ലോ, ആദ്യം പറയുകയും ആദ്യം അതിനെ എതിർക്കുകയും അതിനുശേഷം അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതി, ഇതാണോ ഇരട്ട ചങ്ക് എന്ന് താങ്കൾ പറയുന്നത് എന്ന് ചിലപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് സംശയം തോന്നാം. പല വാക്കുകൾ ഇങ്ങനെ എതിർക്കുകയും അതിനുശേഷം അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വികസനത്തിന് ഊന്നൽ നൽകേണ്ട ഒരു സർക്കാർ രാഷ്ട്രീയം നോക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷത്തെ ക്ഷണിക്കാതെയുള്ള ഈ ഒരു രീതിയുണ്ടല്ലോ, അത് താങ്കൾക്കും താങ്കളുടെ കുടുംബക്കാർക്കും ചേരും, പക്ഷേ ഒരു പാർട്ടിക്കും ഒരു സർക്കാരിനും ഒരിക്കലും ഭൂഷണമല്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. താങ്കൾ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവമൊക്കെ ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കാണിക്കാൻ പോകരുത്. പ്രതിപക്ഷ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങളെ ഇനിയും വെറുക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഇടപെടലുകളല്ല ഇന്നത്തെ ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം തന്നെയാണ് അതെന്ന് പറയാതിരിക്കാനും കഴിയില്ല. അത് ആ ഉറപ്പ് നമ്മൾ നിയമസഭയിൽ കേട്ടതാണ്. ഉമ്മൻചാണ്ടി വളരെ കൃത്യമായി പറഞ്ഞതാണ്, എന്തൊക്കെ നിങ്ങൾ ചെയ്താലും ഈ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും, വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആ വാദം ഇന്നും അലയടിക്കുന്നുണ്ട് മലയാളിയുടെ ചെവികളിൽ.